കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ മനസ്സൊരുക്കമുള്ളവരായിട്ട് വരണം. ആ പേപ്പർ കയ്യിലുണ്ടാകണം. ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ആ പേപ്പർ ഉടമ്പടി പുതുക്കാൻ വേണ്ടി നോക്കണം. ഉടമ്പടി പുതുക്കിയുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധി നിങ്ങൾക്ക് പിടിപാടായി. കൃപാസനത്തിൽ നിങ്ങൾക്ക് ഒരു സ്വാധീനമായി. എന്താണ്, ഞങ്ങൾ സ്ഥിരീകരിച്ച ഉടമ്പടിയാണോ ഇല്ലയെന്ന് നോക്കും. ഉടമ്പടി ഒന്നാം ഘട്ടമെങ്കിലും സ്ഥിരീകരിച്ചില്ലെങ്കിൽ അത് ഉടമ്പടിയായിട്ട് കണക്കാക്കത്തില്ല. അതുകൊണ്ട് ഉടമ്പടി പുതുക്കാൻ നോക്കാൻ കാരണം അതാണ്. പക്ഷെ പുതുക്കാൻ വേണ്ടി നിങ്ങൾ പുതുക്കി കഴിഞ്ഞാലും ആ ഉടമ്പടിയുടെ പവർ, കാര്യം ഇത് ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങൾ ആ സാക്ഷ്യം വായിക്കണില്ലേ. ഇപ്പോൾ യൂട്യൂബിൽ പോലും ഇരുന്ന് ഉടമ്പടി ധ്യാനം കൂടുന്നത് ഉടമ്പടി പ്രകാരമാണത്. ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോഴത്തെ സാക്ഷ്യം എന്താണ്, ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് യൂട്യൂബ് കാണിച്ച് എന്നിട്ട് പറഞ്ഞ് യൂട്യൂബിൽ ധ്യാനം കൂടുന്ന ഒരു അമ്മയുടെ കുഞ്ഞിൻ്റെ മൂത്രാശയത്തിലെ മുഴ, ഉള്ളിലുള്ള മുഴ കർത്താവ് സുഖപ്പെടുത്തണമെന്ന്. അപ്പോൾ 7 വയസ്സ് മുതൽ 6-ാം മാസം തൊട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കണ കൊച്ചാ. പിന്നെ ചെല്ലുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവർക്ക് സങ്കടം വന്നു പോയി. യൂട്യൂബിൽ കർത്താവ് സുഖപ്പെടുത്തിയെന്ന് അവർ ഏതോ രാജ്യത്തിരുന്ന് കേട്ടതാ. പിന്നീട് അവർ ചെല്ലുമ്പോൾ അവർ പറയും നോ കർത്താവ് സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് വേറെ സെക്കൻഡ് ഒപ്പീനിയൻ വേണമെന്ന് പറയും. അമൃതയിൽ ചെല്ലുമ്പോൾ അവർ 7 പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോഴും ഈ സിസ്റ്റ് പിന്നെ കാണത്തില്ല. കർത്താവ് സുഖപ്പെടുത്തും. ഇന്ന് യൂട്യൂബിൽ ധ്യാനം കൂടിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചി സാക്ഷ്യം, ഒരു മോളോ സാക്ഷ്യം പറഞ്ഞില്ലേ. അപ്പോഴേ നമ്മളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, അമ്മ വചനങ്ങൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഷാലോൺ TV എല്ലായിടത്തും കൂടി ഈ അൾത്താറിൽ നിന്ന് പ്രസരിക്കണ എല്ലാം ദൈവവചനങ്ങളാണ്. അത് ആദരവോടെയും പ്രാർത്ഥനയോടെയാണ് കൂടേണ്ടത്. അത് കാര്യം ഒരു പ്രാവശ്യം, ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ, അലുവ വിലകിട്ടിരിക്കണമെന്ന് നിൽക്കില്ലേ ആൾക്കാർ, അനങ്ങാൻ പറ്റണില്ല. അതുകൊണ്ട് 2 പ്രാവശ്യം വരാൻ ഞാൻ നിങ്ങളോട് പറയത്തില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ വന്നാൽ മതി. ബാക്കി 5 ധ്യാനമുണ്ട്. 6 വിഷയങ്ങളല്ല നമ്മൾ വെച്ചിരിക്കണത്. അപ്പോൾ 6 ധ്യാനം നമുക്കുണ്ട്. ഒരു ധ്യാനമേ നിങ്ങൾ ഇവിടെ വരേണ്ട കാര്യമുള്ളൂ. ബാക്കി 5 ധ്യാനവും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കൂടേണ്ടതാണ്. അതും പറ്റാത്ത ആൾക്കാർ ഷാലോൺ TV കൂടണം. ഷാലോൺ TV മസ്റ്റായിട്ട് കൂടണം. ഷാലോൺ TVയിൽ എല്ലാ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്ക്, ഒരു പക്ഷേ ഫെബ്രുവരി കഴിയുമ്പോൾ അവർ ഡേറ്റ് മാറ്റിത്തരും, സമയം മാറ്റിത്തരും. ഷാലോൺ TVയിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക്. അപ്പോൾ ചിലപ്പോൾ ചില മൊബൈൽ ഇതൊന്നും പിടിക്കാത്ത മൊബൈലായിരിക്കും, റേഞ്ച് ഇല്ലാത്തതോ അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ കാണാൻ പറ്റാത്ത മൊബൈലാണ്. അപ്പോൾ അവർ ഷാലോൺ TV വാച്ച് ചെയ്യണം. പക്ഷേ 6 വാച്ച് ചെയ്യണം. കാര്യം ഇന്ന് കേട്ട പ്രബോധനം നിങ്ങൾ കണ്ടില്ലേ, അത് കഴിഞ്ഞ മാസം കൊടുത്തതല്ല, പുതിയ കാര്യമാണ് കർത്താവ് പറയണത്. അപ്പോൾ ഉടമ്പടിയുടെ പ്രബോധനങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ധ്യാനം കൂടുന്നത്. സാക്ഷ്യങ്ങൾ കേൾക്കണത് എന്തിനാണ്? നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ തന്നിരിക്കുന്ന ആ ഒരു ചെറിയ ഒരു രൂപരേഖയാണ്. പക്ഷേ ഓരോരുത്തരും എങ്ങനെയാണ് സുഖപ്പെട്ടതെന്ന് ആ സാക്ഷ്യം കേൾക്കുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഉടമ്പടി തൈലവും ഉപ്പും കൂടി കലർത്തിയാണോ? ഇപ്പോൾ സോറിയാസ് സുഖപ്പെട്ടിരിക്കണത് എങ്ങനെയാണ്? ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കൂടി കലർത്തി പുരട്ടുമ്പോഴാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളിലാണ് ദൈവം സൗഖ്യം, ആ നേർത്ത വസ്തു ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് സാക്ഷ്യം സത്യത്തിൽ കേൾക്കുമ്പോഴാണ്. ഇപ്പോൾ ഉടമ്പടി കാശ് രൂപം, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, കോടതി കേസ് എല്ലാം ഉടമ്പടി കാശ് രൂപമാണ് പിടിക്കുന്നത്. എന്നിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. അപ്പോൾ അതുകൊണ്ടാണ് സാക്ഷ്യം കേൾക്കണമെന്ന് പറയണത്. സാക്ഷ്യം ലൈവായി കേൾക്കണം. അപ്പോഴും നിങ്ങളുടെ കാര്യം ചിലപ്പോൾ ഒരു 50 സാക്ഷ്യമോ 10 അല്ലെങ്കിൽ 20 സാക്ഷ്യം കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പം നിങ്ങൾക്കും അത് മാതാവ് വെളിപ്പെടുത്തിയ കാരണം നിങ്ങൾക്കും അത് അനുകരിക്കാവുന്നതാണ്. ആ നേർച്ച വസ്തു അപ്രകാരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ വേണം സാക്ഷ്യങ്ങളെ പരിശോധിക്കാൻ. അപ്പോൾ എൻ്റെ മക്കളെ സന്തോഷമായിരിക്കുക. അതുപോലെ പത്രം ഒരു മാസത്തെ പത്രം പോലും മുടങ്ങരുത്. കാര്യം പത്രം കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും 2 ചിറക് പോലെ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ കുറേ പത്രം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ 25 പത്രം മേടിച്ചാലും കുഴപ്പമില്ല, ചീട്ട് വാങ്ങിച്ച് വെച്ചേക്കണം. അത് പ്രധാനം. നമ്മൾ കർത്താവിൻ്റെ തിരുസേന ചെയ്ത, ഇപ്പോൾ ചില അമ്മച്ചിമാരാണെങ്കിൽ സംഗതി സീരിയസ് ആണെന്ന് പറയണമെങ്കിൽ അവരെ പത്രത്തിന് ചീട്ടെല്ലാം കൂടി എനിക്ക് തരും. എന്താ അവരെന്താ പറയണത്? ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തതാണ്, ഞാൻ ആദരവോടെ അത് കൈപ്പറ്റിയിട്ട് കാര്യങ്ങൾക്കൊക്കെ ഉടനെ ആദരവോടെ കൈപ്പറ്റും. കാര്യം അവർ കർത്താവിൻ്റെ പ്രേക്ഷിത വേല വെയിലത്ത് ചെയ്ത് നടന്നതാണ്. അപ്പം അതുകൊണ്ട് അവർ അഭിഷേകം കേൾക്കും. ചിലപ്പോൾ ഒന്ന് തൊടുകയോ ചിലപ്പോൾ ചെയ്യത്തുള്ളൂ. കാര്യം എന്താണ്? കർത്താവെ നിന്നെ ഏൽപ്പിക്കണ വിഷയമെന്നാണ്. പിന്നെ സംഭവം എളുപ്പമാകും. അപ്പം അതുകൊണ്ട് ഉടമ്പടി വിശ്വസ്തരായിട്ടുള്ളവരുടെ നമ്മുടെ വിശ്വസ്തരാണെന്നുള്ള തെളിവാണ് പത്രത്തിൻ്റെ കാർഡ്. അപ്പം അതുകൊണ്ട് അവന് ഒരിക്കലും ഉടമ്പടി പത്രികയില്ലേ, എൻ്റെ മക്കളത് ചുരുട്ടിക്കുട്ടി മടക്കി വെക്കരുത്. അതിന് പൗസ് വന്നിട്ടുണ്ട്. അത് കണ്ട തന്നെ
അത് കണ്ടാൽ തന്നെ നിങ്ങൾ ഉടമ്പടിയോട് ബഹുമാനമുള്ളവരാണെന്ന് തോന്നണം. ഇപ്പോൾ ഇന്ന് തൈക്കാട്ടുശ്ശേരി വന്ന ചില ചേട്ടത്തിമാർ ഞാൻ നോക്കി പോലില്ല. കാര്യം എന്താ, ഉടമ്പടി 4 മടക്കിയിട്ട് അതിൻ്റെ അകത്ത് ആ ചുരുട്ടിക്കൂട്ടി ബാഗിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ബാഗിൽ വെച്ചാലും ശരി, അതിൻ്റെ ഒരു മാന്യത സൂക്ഷിക്കണം. പലപ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം ഉടമ്പടിയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരു അറിയിപ്പ് കൂടിയുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഭയങ്കര സങ്കടം. കാര്യം മസ്കറ്റിൽ നിന്നൊക്കെ വന്ന് ദുബായിൽ നിന്നൊക്കെ വന്നിട്ട് അമ്മയും കാണണം ഉടമ്പടിയും ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. തലശ്ശേരിക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഇവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരെ പറഞ്ഞു വിടും. ഇപ്പോൾ ഞങ്ങളൊരു തീരുമാനം പ്രാർത്ഥിച്ചെടുത്തിട്ടുണ്ട്. കാര്യം വിദേശത്ത് നിന്ന് വന്ന് പോണവരെ, പണ്ട് വിദേശത്ത് പോയിച്ച് ഇവിടെ വന്ന് നിന്നിട്ട് വിദേശക്കാരാണെന്ന് ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ വിദേശത്ത് വന്ന് പോണവർക്ക് പ്രത്യേക ഉടമ്പടിയാണ്. അവർക്ക് പ്രാർത്ഥന കൂടാൻ പറ്റത്തില്ല. കാര്യം അവർ അടുത്ത ബുധനാഴ്ച അടുത്ത ഫ്ലൈറ്റിന് പോവുകയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഉടമ്പടി ചെയ്യേണ്ടത്? അവർക്കെല്ലാം പത്രമെല്ലാം വ്യത്യാസമുണ്ട്. ഉടമ്പടി കളർ വ്യത്യാസമുണ്ട്, യെല്ലോ കളറാണ്. അപ്പോൾ അതിന് അവർ പ്രേക്ഷിത പ്രവർത്തനം ഉറപ്പുവരുത്തണം. അവർ പ്രേക്ഷിത പ്രവർത്തനം ഉറപ്പുവരുത്തണം. സിസ്റ്ററിനെയും മാനേജറിനെയും കണ്ട് സംസാരിക്കണം. കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടണം, നിങ്ങളെ കള്ളത്തരമല്ല പറയുന്നതെന്ന് ബോധ്യപ്പെടണം. കാര്യം വിദേശ ജോലിയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ രേഖ കാണിക്കണം. വെറുതെ അപ്പോൾ ആണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. എന്ത് രേഖ, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണം, എൻ്റെ രേഖ എന്താണെന്ന് ചോദിക്കും. ആ രേഖ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ സ്റ്റേറ്റ് വിട്ട് ബോംബെ, അതുപോലെ ആന്ധ്രാപ്രദേശ്, അതുപോലെ തമിഴ്നാടൊക്കെ അതുപോലെ തന്നെ ഹിന്ദി മേഖലയിലുള്ള ആൾക്കാർ ഉടമ്പടി ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യണത്, അവരുടേത് റോസ് ഫോമാണ്. അവർക്കും പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ഇരുട്ടി കൊടുക്കും. പക്ഷേ അവർ ആധാർ കാർഡ് കാണിക്കണം. അവരവിടെയാണ് ഉള്ളതെന്ന് സ്ഥിരതാമസം എന്നുള്ളെങ്കിൽ അവിടുത്തെ അഡ്രസ് പ്രൂഫ് കാണിക്കണം. അല്ലാതെ വെറുതെ ഞങ്ങൾ ആന്ധ്രാപ്രദേശിലാണെന്ന് പറഞ്ഞാൽ ഏക്കത്തില്ല. അപ്പം അതിൻ്റെ പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ അവരെ അച്ഛൻ കർത്താവ് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥന കൂടുക എന്നുള്ള ഒറ്റ വിഷയത്തിൽ നിന്ന് അവരെ ഒഴിവാക്കും. ഒരു പ്രാർത്ഥന മാത്രം കൂടിയാൽ മതി എന്ന് പറയും. ബാക്കി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. മാസം മാസം പത്രം അയച്ചു കൊടുക്കും. മാസം മാസം ഹിന്ദി പത്രമോ കന്നഡ പത്രമോ ഇംഗ്ലീഷ് പത്രമോ അല്ലെങ്കിൽ തമിഴ് പത്രമോ ഏത് ഭാഷയാണ് ആ ഭാഷയിലേക്ക് പത്രം അയച്ചു കൊടുക്കും. പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രം എന്ന് പറയുന്നത് മാതാവിൻ്റെ പത്രമാണ്. ഈ ആൾക്കാരെല്ലാം ദൈവത്തെ അറിയണം എങ്ങനെയാണ്? പത്രത്തിലൂടെയാണ്. അപ്പം അതാണ് ഇവിടുത്തെ മെയിൻ നേർച്ച എന്ന് പറയണത്. അത് ഞങ്ങൾ അയച്ചു കൊടുക്കും. അത് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കും. പക്ഷേ അതിൻ്റെ പൈസ എല്ലാം മുൻകൂർ അടക്കണം. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പൈസ. കാര്യം ഇവർ പറയണത് സത്യമാണെന്നില്ലേ? അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുന്നവർ ഞങ്ങൾ രാജസ്ഥാൻകാരാണെന്ന് പറഞ്ഞ് വന്നാൽ എന്ത് ചെയ്യും? അവരെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തെ പോലും പറ്റിക്കുമല്ലോ. ചില മനുഷ്യർ അങ്ങനെയാണ്. അപ്പം അതൊന്നും അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് അതിൻ്റെ കൗൺസിലിങ്ങും അതിൻ്റെ സംസാരവും എല്ലാം വേറെ ഓഫീസിലാണ്. അത് സിസ്റ്ററുമായിട്ടോ മാനേജറുമായിട്ടോ കണ്ട് സംസാരിക്കേണ്ടതാണ്. പക്ഷേ എല്ലാവരെയും അവരും സങ്കടമുള്ളവരാണ്, വേദനയുള്ളവരാണ്. അമ്മ അത് പരിഹരിക്കും. പക്ഷേ നമ്മൾ ആത്മാർത്ഥത കാണിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ചെയ്തു തരും. വിശ്വാസപ്രമാണം ചൊല്ലി. Lord Jesus Christ, pour out His Spirit. സാക്കുത്ത പ്രേക്ഷിത ഈ പുത്രൻ കാലത്ത് പിഴകൾ സഹിച്ചടക്കപ്പെട്ട ജീവിതത്തിൽ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ജീവിക്കുന്ന ദൈവം ദിവ്യകാരുണ്യത്തിൻ്റെ അതുല്യ ശക്തി നിങ്ങളുടെ ജീവിത മേഖലകളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇതാ കർത്താവ് കടന്നു വരുന്നു. ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ആസ്വദിക്കപ്പെടുന്നു. മാരക രോഗങ്ങൾ സുഖപ്പെടുന്നു. തീരാവ്യാധികൾ സുഖപ്പെടുന്നു. ഇതാ അവൻ കർത്താവിൽ ശക്തി പുറപ്പെട്ടിരിക്കുന്നു. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ ദൈവം, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവം, തളർവാദ രോഗിയെ കിടക്കേണ്ട നടക്കാൻ കൽപ്പിച്ച ദൈവം, ഇതാ നിന്റെ ഇതിൻ്റെ രോഗങ്ങളെയും, ഇതാ നിന്റെ ഇതിൻ്റെ മക്കളെയും, ഇതാ നിന്റെ ഇതിൻ്റെ തൊഴിൽ മേഖലകളെയും, ഇതാ നിന്റെ ഇതിൻ്റെ വരുമാന മാർഗങ്ങളെയും, നിന്റെ സഞ്ചാരങ്ങളെയും, വസ്തുവകകളെയും, കുടുംബങ്ങളെയും, മക്കളെയും ആശീർവദിക്കുന്നു. ഉടമ്പടി ചെയ്ത എല്ലാ നിയോഗങ്ങളുടെ മേൽ ദിവ്യകാരുണ്യത്തിന് മുദ്ര പതിയുന്നു. ദൂരരാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഈശോ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് സുധാകുമാരി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 17/6/2022 കടം കൊണ്ട് നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരൻ്റെയും സഹായത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി.
വലിയ വലിയ കാര്യം എൻ്റെ മക്കളുടെ രണ്ടുപേരുടെ ജോലിക്കാര്യം എഴുതി. അതിൽ ഇപ്പോൾ എൻ്റെ ഇളയ മകന് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. എൻ്റെ മോന് ഉടമ്പടി എടുത്തു. ഇവിടെ എൻ്റെ മോൻ ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ മോന് ആ ജോലി കിട്ടി. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി ഞാൻ അറിയിക്കുന്നു. ഒരുപാട് നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മാതാവിനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ മാതാവും തിരുക്കുമാരനും നമ്മളെ കൂടെ ഉണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും മാതാവ് കൂടെ, ആരും ഇല്ലാത്ത നമുക്ക് മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയും എല്ലാത്തിലും രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോയത്. ഇത്രയും 3 വർഷക്കാലം ആരുമില്ലാത്ത എനിക്ക് എൻ്റെ മാതാവിൻ്റെ ഒരു സഹായത്തോടു കൂടി മാത്രമാണ് ഞാൻ മുമ്പോട്ട് പോയത് എന്ന് വേണം പറയാൻ. ഓരോ ദിവസങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളും എല്ലാം തരണം ചെയ്ത് ഇവിടെ വരെ എത്തി. ഇപ്പോൾ എൻ്റെ മോന് അടുത്ത ആഴ്ച വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ബാക്കി എൻ്റെ മകൻ പറയും. എൻ്റെ പേര് ആകാശ് പി കുമാർ. ഞാൻ ആദ്യം തന്നെ ഈ അൽത്താരെ നിൽക്കാൻ സഹായിച്ചതിന് തിരുകുമാരനോടും മാതാവിനോടും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 6-ാം മാസം 8-ാം തീയതിയാണ്. ഉടമ്പടി എടുത്ത അന്നോട്ട് ഇന്ന് വരെയും പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഏത് സാഹചര്യം വന്നാലും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ മുമ്പോട്ട് പോകാറുള്ളൂ. അമ്മയും പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ വന്ന കൊച്ചും ആ കൊച്ചിൻ്റെ അമ്മയും എല്ലാവരും കൂടെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത്. വന്ന് കണ്ട് സംസാരിച്ചു തുടങ്ങിയപ്പം എന്തൊരാവശ്യം വന്നാലും എന്തൊരു വിഷമം വന്നാലും ആദ്യം മാതാവ് എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു കാര്യം മാത്രം എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. ഞാൻ പോലും അറിയാതെ എൻ്റെ വായിലങ്ങനെ സംസാരിച്ചു പോകും. ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് തുടങ്ങിയത് ഈ പള്ളിയിലാണ്. അന്നോട്ട് ഇന്നുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ പുറത്തോട്ട് പോകത്തില്ല, നാട്ടിൽ തന്നെ നിൽക്കും. എനിക്ക് ഈ നാട്ടിൽ ഇവിടുത്തെ പോലീസ് ജോലിയായിരുന്നു എനിക്ക് ആഗ്രഹം. 3-4 കൊല്ലം കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് PSC എക്സാം എഴുതി വരുന്നുണ്ട്. ഓരോ വട്ടവും ഓരോ കാരണങ്ങളായിട്ട് അത് മുമ്പോട്ട് വന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നിട്ട് അത് കൈ കിട്ടാതെ പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പം കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേന് ഞാൻ തന്നെ തീരുമാനിച്ചു ഒരു 3-4 കൊല്ലം പുറത്ത് പോയി നിന്നിട്ട് വരാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. 1 മാസം ആവുന്നതിന് മുമ്പേ തന്നെ ഒരു പത്രത്തിലൊരു ആഡ് കണ്ടു. ആ ആഡിന് പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് ഓക്കെ ആയി. തിരിച്ചു വന്ന് 2-ാമത്തെ ദിവസം എനിക്ക് കോൾ വന്നത് എനിക്ക് ഓക്കെ ആയിട്ടുണ്ട് എന്ന് അവരുടെ ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഓഫീസിൽ ചെന്ന് സംസാരിച്ചപ്പം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു എമൗണ്ട് ആണ് ആദ്യമേ പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, അത് എങ്ങനെയെങ്കിലും ആവും. വീട്ടിൽ സംസാരിച്ചപ്പോൾ എല്ലാവരും തന്ന ധൈര്യത്തിൻ്റെ പേരിൽ, മാതാവിൻ്റെ ഒരു ധൈര്യത്തിൻ്റെ പേരിൽ ഞാനത് എങ്ങനെയെങ്കിലും ആവും എന്ന് വിചാരിച്ച് ഞാനത് ഓക്കെ പറഞ്ഞു. എല്ലാം ആയി. പൈസ കൊടുക്കേണ്ട സമയം വിസ വന്നതിന് ശേഷം പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. വിസ വന്ന് അതുവരെയും എനിക്ക് ഒരു രൂപ പോലും എൻ്റെ കയ്യിലായിട്ടില്ലായിരുന്നു. ഞാൻ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച ആൾക്കാരുടെ ചോദിച്ച ആരുടെ കയ്യിലും അന്നേരം വരെ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതും. ആരുടെ കയ്യിൽ നിന്ന് എനിക്കത് കിട്ടിയില്ല. പിന്നെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എന്നെ സഹായിച്ചാണ്, എന്നെ വിശ്വസിച്ച് സഹായിച്ചാണ്. അത് മാതാവിൻ്റെ ഒരു കാരണമായിട്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന രീതിയിൽ എനിക്ക് ജോലി കിട്ടിയതും പോലീസിൻ്റെ, ദുബായ് പോലീസിൻ്റെ അണ്ടറിൽ വരുന്ന സെക്യൂരിറ്റി ഗാർഡായിട്ടാണ്. ഞാൻ നാട്ടിലെ പോലീസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടിയിൽ എഴുതിയത്. പക്ഷേ എനിക്ക് കിട്ടിയത് ദുബായ് പോലീസിന് അണ്ടറിൽ വരുന്ന സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള ജോലിയാണ്. ഈ ജോലി കിട്ടിയതിൽ മാതാവിനോടും തിരുകുമാരനും നന്ദി പറയുന്നു. ഒപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നതിൻ്റെ പേരിൽ നമ്മൾ പത്രം എല്ലാ ഞായറാഴ്ചയും വിതരണം ചെയ്യുന്നുണ്ട്. പള്ളി വന്നിട്ട് പോകുമ്പോൾ നമ്മൾ പത്രം നമ്മളെ കൊണ്ട് കഴിയാവുന്നത്രയും വാങ്ങിച്ചുകൊണ്ട് പോവുകയും പറ്റാവുന്നത്ര എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ നമ്മൾ കൊല്ലത്തന്നെയുള്ള പള്ളിയിലായാലും അല്ലാതെ ഉള്ള ആൾക്കാരുള്ള സ്ഥലങ്ങളിലായാലും പോയി കണ്ട് സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് പത്രം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനം എന്ന രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മിക്ക ഞായറാഴ്ച ആഹാരങ്ങൾ കൊടുത്ത് ഓരോ ഗവൺമെൻറ് ആശുപത്രികളുടെ ഫ്രണ്ടിലും അല്ലാതെ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ പോയി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റിയതിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആട്ടോ എടുക്കാൻ പറ്റി. അതെല്ലാം മാതാവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ്. വരുമാന മാർഗമായിട്ട് ഞങ്ങൾക്കൊരു ഉപജീവനമാർഗത്തിനായിട്ടൊരു വണ്ടി വേണമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. സ്വന്തമായി പുതിയൊരു വാഹനം തന്നെ എൻ്റെ മുറ്റത്ത് വന്ന് അതുപോലെ ഓരോരോ കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഇന്ന് എൻ്റെ മോൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, മാതാവ് ഞങ്ങളെ കൂടെ ഉണ്ടെന്നുള്ളതിന് എനിക്കൊരു സാക്ഷ്യം തരണമെന്ന്. ഇന്ന് എൻ്റെ മോൻ്റെ കയ്യിൽ മാതാവിനെ തന്നെ കിട്ടി. അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഞങ്ങൾക്ക് ഇനിയും പൈസയുടെ ആവശ്യമുണ്ട്. അത് എൻ്റെ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് നടത്തിത്തന്ന് എൻ്റെ മോൻ അടുത്ത ആഴ്ച പോവാനും രക്ഷപ്പെടാനും എല്ലാമുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് തരുന്നത് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, വാടകയ്ക്ക് താമസിക്കുകയാണ്. അങ്ങനെ ഓരോ എല്ലാ കാര്യങ്ങളും വരുമ്പോഴും ഞാൻ എൻ്റെ മാതാവിനെയാണ് വിളിക്കുന്നത്. എൻ്റെ മാതാവും തിരുക്കുമാരനും അന്ന് തൊട്ട് ഇന്ന് വരെ
ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ എനിക്ക് ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ്. ഏത് കാര്യത്തിന് പോയാലും കാശുരൂപവുമായാണ് ഞാൻ പോകുന്നത്. മോൻ്റെ അടുത്തും പറയും, മക്കൾ ഇതിന് ഇറങ്ങി തിരിച്ചപ്പോഴേ കാശുരൂപവുമായി പോകും. അന്നേരം അവൻ എന്നെ വിളിച്ചിട്ട് പറയും, അമ്മ എൻ്റെ കൂടെ ആരുമില്ല, ഓരോ കാര്യത്തിനും ഞാൻ ഓടി നടക്കാൻ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, മക്കൾ ഒറ്റയ്ക്കല്ല, മോൻ്റെ കൂടെ വരേണ്ട ആളുണ്ട്, എല്ലാ കാര്യവും ആ മാതാവ് നടത്തിത്തരും. മനുഷ്യരായി ആരും നിൻ്റെ കൂടെ ഇല്ലെങ്കിലും അമ്മ മാതാവും തിരുക്കുമാരനും നിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പവും വരുത്താതെ നിനക്ക് ഇത് സക്സസ് ആക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അവൻ പറയുന്നത്, പൈസയ്ക്ക് പൈസയും ഇല്ല, ആളിന് ആളുമില്ല, ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് എല്ലാ കാര്യത്തിനും ഓടണം, അതിൻ്റെ ഇടയിൽ ജോലിക്കും പോകണം, എല്ലാം ഞാൻ പറഞ്ഞു. എന്ത് പ്രതിസന്ധി വന്നാലും മാതാവ് വിചാരിച്ചാൽ, മക്കൾ ഇത് വിചാരിച്ചാൽ, നീ വിചാരിച്ചത് ഇവിടുത്തെ പോലീസാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ അവിടെ എത്തിച്ചേരാനാണ് മാതാവ് നിനക്ക് അനുഗ്രഹം തന്നത്. ഈ അനുഗ്രഹത്തിൽ മക്കൾ മുന്നോട്ട് പോകണം, ഒരിക്കലും തളരരുത്. ഒത്തിരി തവണ എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു, പോകുന്നിടത്തുനിന്നൊന്നും പൈസ കിട്ടുന്നില്ല, ഞാൻ എങ്ങനെ പോകും, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, ഇപ്പുറത്ത് നമുക്ക് കടമുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു, കാശുരൂപം നിൻ്റെ കയ്യിലുണ്ട്, നീ ആ ഒരൊറ്റ ധൈര്യത്തിൽ മുൻപോട്ട് പോയിക്കോ, എല്ലാ കാര്യങ്ങളും നിനക്ക് ആ മാതാവ് നടത്തിത്തരും. നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈവിടത്തില്ല മാതാവ്. ഈ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മാതാവ് കൈവിടത്തില്ല എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് മുന്നോട്ട് പോയത്. ഇപ്പോഴും ഇവിടെ വെച്ചും ഞാനത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ മോൻ്റെ കയ്യിൽ ഇന്ന് മാതാവിൻ്റെ രൂപമാണ് മോൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി അതിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം ഇന്നിപ്പോൾ അവനുമായിട്ടുണ്ട്. മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, ബാക്കി കാര്യങ്ങൾക്ക് എല്ലാം ശരിയാവും. അവൻ്റെ കൂടെയുള്ള ആളിന് ഇപ്പം വ്യാഴാഴ്ച പോകാനുള്ള ടിക്കറ്റ് വരെ ഒക്കെ ആയി. നമുക്ക് ടിക്കറ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇനി പൈസയുടെ കുറവുണ്ട്, അതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാം. അത് മാതാവ് തന്നെ നടത്തി തരുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് മാതാവിന്. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പത്രങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിലും സർക്കാർ ഹോസ്പിറ്റലുകളിലും വഴിയലിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും അനാഥാലയത്തിലും ഒക്കെ പോയി നമ്മളെക്കൊണ്ട് കഴിയുന്നത്, ഒരുപാടൊന്നും ഞങ്ങളെക്കൊണ്ട് കഴിയത്തില്ലെങ്കിലും വീട്ടിൽ ആഹാരം ഉണ്ടാക്കി ഉള്ള കഴിവിനനുസരിച്ചുള്ള ആഹാരം ഉണ്ടാക്കി കൊണ്ടു ചെന്ന് പൊതിയായി കൊണ്ടുവന്ന് അവർക്ക് കൊണ്ടുവന്ന് ഒരു നേരത്തെ ആഹാരത്തിനുള്ളതെങ്കിലും കൊടുക്കാൻ, മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാനുള്ള ഇത് മാതാവ് തരുന്നതിനനുസരിച്ച് നമ്മൾ ഇനി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എന്നെ ഈ അൾത്താരയിൽ കയറി നിന്ന് എനിക്ക് ഇത്രയും പറയാനുള്ള ഇത് തന്നതിന് എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും. പിന്നെ ജീവിതകാലം മുഴുവനും മരണം വരെയും ഈ ഉടമ്പടി മുൻപോട്ട് പോകണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം, അല്ലാതെ വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു തവണ കൂടി ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സെബിൻ, ഞാൻ വാഴവര സെൻറ്റ് മേരീസ് ഇടവാംഗമാണ്. ഇതെൻ്റെ ഭാര്യ നയന. ഞാൻ ഉടമ്പടി എടുത്തത് 2018 ജൂൺ മാസത്തിലാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വൈഫ് കുവൈറ്റിലായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ എനിക്ക് വിസയിലും ജോലി ലഭിക്കാനൊക്കെ വളരെ തടസ്സങ്ങൾ നേരിട്ടു. ആ സമയത്ത് എനിക്കൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. അതായത് ഒരു മാലാഖയെ പോലെ ഒരാൾ വന്ന്, ഞാൻ ഇങ്ങനെ ദർശനം കാണുകയാണ്, എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് അവിടെ ഒരു തോട് പോലെ എൻ്റെ പറമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ തോട് പോലെ ഒരു സ്ഥലമുണ്ട്, അതിങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആ മാലാഖ പതുക്കെ അതിൽ കൈയിട്ടിട്ട് ആ ഒരു മണ്ണിങ്ങനെ നീക്കുമ്പോഴത്തേനും വെള്ളം ഒഴുകുകയാണ് അതിലൂടെ. എന്നിട്ട് എന്നോട് പറയുകയാണ്, പരിശുദ്ധ അമ്മയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നീ 500 ജപമാല ചൊല്ലണം. ഇതാണ് ആ ദർശനം. ഞാൻ രാവിലെ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് കാണുന്നത്. ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു ദർശനമാണിത്. അതുപോലെ തന്നെ ഞാനിത് വിശ്വസിച്ചു. ഞാൻ 500 ജപമാല ഒരു ദിവസം 8-10 ജപമാല വെച്ച് 500 ജപമാല തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ എറണാകുളത്താണ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എറണാകുളത്ത് ഒരു പള്ളിയിൽ വെച്ച് എനിക്ക് ഇവിടുത്തെ അന്ന് 2018 കൃപാസനം, അന്ന് പലർക്കും അത്രയും അറിയത്തില്ല. അപ്പോൾ എനിക്ക് പള്ളിയുടെ മുന്നിലിരുന്ന് പത്രം കിട്ടുകയാണ്, കൃപാസനം. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഉടമ്പടി ഉടനടി പരിഹാരം. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. ഞാനതെടുത്തു. ഞാൻ അതിലെ കാര്യങ്ങൾ വായിച്ചു, സ്ഥലം മനസ്സിലാക്കി. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നു ആദ്യം ഉടമ്പടിയില്ല, ഞാൻ അന്ന് തപസ് ധ്യാനമാണ്. ആദ്യം തപസ് ധ്യാനമൊക്കെ കൂടി അച്ഛൻ്റെ ബ്ലെസ്സിങ്ങൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ തടസ്സങ്ങളെല്ലാം മാറുകയാണ്. എല്ലാം മാറി എൻ്റെ പഴയ ഒരു ജീവിത രീതിയിൽ നിന്ന് ഒരു ടേണാണ് പിന്നെ നടക്കുന്നത്. വിശുദ്ധിയുള്ള ജീവിതം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ബൈബിൾ വായന, ഇതെല്ലാം കുമ്പസാരം, ഇതെല്ലാം ഞാൻ അറിയാതെ തന്നെ സംഭവിക്കുകയാണ്.
വലിയൊരു മാറ്റം. അത് കഴിഞ്ഞ് എനിക്ക് ജോലിയായി, ഞാൻ കുവൈറ്റിലായി. ഞാനിത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, അതുപോലെ ഉടമ്പടി ഉപ്പ്, തൈലം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോന്നു. അങ്ങനെ 2022 ഞാനിവിടെ വന്നപ്പോൾ ഉടമ്പടി പുതുക്കി വീണ്ടും ഞാൻ പോയി. അന്ന് 10 വർഷമായിട്ട് എനിക്ക് ടോൺസിലൈറ്റീസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്വെല്ലിങ് വന്ന് ഭയങ്കര ഇൻഫെക്ഷനായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമായിരുന്നത്. അപ്പോൾ അത് 10 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്നു. തണുത്തൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിൽ അവിടെ ഒരു ഡോക്ടറെ കണ്ട് സർജറിക്ക് ഡേറ്റ് എടുത്തു, സർജറി ചെയ്യാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചയിൽ, ചൊവ്വാഴ്ചയിൽ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കൂടി പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചു പറയുന്നു, രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പറയുകയാണ്, ടോൺസിലൈറ്റീസ് ഉള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തണുപ്പും ഒരു പ്രത്യേക ഒരു അഭിഷേകം ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എനിക്കായിരിക്കും ആ രോഗസൗഖ്യമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. 3 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഡോക്ടറെ പോയി ഞങ്ങൾ കണ്ടു. ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും വേണ്ട, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2023 അവസാനം ഞങ്ങൾ കുവൈറ്റിൽ വൈഫിന് OIT പാസ്സായി. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് പോന്നു, ന്യൂസിലാൻഡ് പോകാൻ വേണ്ടിയുള്ള പേപ്പർ വർക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് എനിക്കവിടെ രജിസ്ട്രേഷന് വേണ്ടി PT എന്ന് പറഞ്ഞ ഒരു എക്സാം പാസ്സാണ്. അപ്പോൾ ജനുവരിയിൽ ഇതുപോലെ തന്നെ ഞാൻ PTEക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു ദർശനം ഉണ്ടാവുകയാണ്. അത് മാതാവാണ്. മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ആ രൂപം എന്നോട് സംസാരിക്കുകയാണ്, ഈശോ എല്ലാം ക്രമീകരിക്കും. അത് മാത്രമേ പറയുന്നുള്ളൂ, ഈശോ എല്ലാം ക്രമീകരിക്കും. ഞാൻ പിന്നെ ഒരു മാസം കോഴ്സിന് പോയി. ഞാൻ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. അപ്പോൾ വളരെ കുറഞ്ഞ മാർക്കിൽ എനിക്ക് പാസ്സാൻ പറ്റിയില്ല. 1-2 മാർക്ക് വ്യത്യാസത്തിൽ ഇങ്ങനെ ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നീട് എഴുതി, അടുപ്പിച്ച് 3-4 പ്രാവശ്യമൊക്കെ എഴുതി, കിട്ടുന്നില്ല. ഇതുപോലെ തന്നെ 65 എല്ലാത്തിനും വേണം മൊഡ്യൂൾ. എനിക്ക് 64, 63 ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് മുകളിലോട്ട് കയറുന്നില്ല. ഞാൻ പിന്നെ അപ്പം പിന്നെ ഞാൻ ഈ ഒരു അമ്മ പറഞ്ഞൊരു വാക്ക്, അതായത് ഈശോ എല്ലാം ക്രമീകരിക്കും, ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഈശോ എല്ലാം ശരിയാക്കും, അമ്മയും ഈശോയും എന്നെ സഹായിക്കും. അതുപോലെ തന്നെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്തു, അവളും നല്ല പ്രാർത്ഥനയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എക്സാം എഴുതി. പിന്നെ ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ 9 തവണ എക്സാം എഴുതി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി എല്ലാം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു, പ്രേക്ഷിത പ്രവർത്തനം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാം പാസ്സാകുന്നില്ല. ആ സമയത്തെല്ലാം എൻ്റെ പ്രാർത്ഥന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസാനം ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം പൂശി എനിക്ക് കാശുരൂപം തന്നു. എല്ലാ പരീക്ഷയിലും ഞാൻ കാശുരൂപം കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ ലാസ്റ്റ് സമയത്ത് അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരം ഞാൻ ഒന്നും കൂടെ അച്ഛനോട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, ഒന്ന് വരാമോ എന്നുള്ള രീതിയിൽ കാണിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛൻ മടുത്ത് അവിടെ ഇരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ മടുത്ത് കസേര ഇരിക്കുമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഒരു അഭിഷേകമായിരുന്നു. അതായത് ഈശോ ഇങ്ങനെ ഒരു വചനം എൻ്റെ ഉള്ളിലോട്ട് വരുവാണ്. ഈശോയ്ക്ക് അവരോട് അലിവ് തോന്നി, ആ ഒരു വചനം ഇങ്ങനെ വരുവാണ്. അതുപോലെ തന്നെയായിരുന്നു ജോസഫ് അച്ഛൻ എൻ്റെ അടുത്തോട്ട് നടന്നിട്ട് എൻ്റെ കവളി തട്ടിയിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ മെയ് 5-നാണ് വന്ന് പുതുക്കിയത്. 2025 മെയ് 9-ന് എക്സാം എഴുതി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്. എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം എഴുതി. എനിക്ക് നല്ല സ്കോർ തന്ന് ദൈവം അനുഗ്രഹിച്ചു. എനിക്ക് ഇപ്പോൾ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എല്ലാം രജിസ്ട്രേഷനായി, ലൈസൻസായി. അപ്പോൾ ഞങ്ങൾ ഈ 9-ന് പോകാനിരിക്കുകയാണ്. ഈ 9-ാം തീയതി ഞങ്ങൾ ന്യൂസിലാൻഡിലോട്ട് പോകാനിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ വൈഫിന് കൊടുക്കാം. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അമല. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പരപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജനുവരി 20, 2024 ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യമായിട്ട് വെച്ച നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു. അത് 2 വർഷത്തോളം പഴക്കമുള്ളതായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് ആ തലവേദന കൊണ്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. കുറച്ച് സമയം ബുക്ക് വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് പിന്നെ തലവേദന കാരണം എനിക്ക് ഒന്നും വായിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഭയങ്കര തലവേദനയായിരുന്നു. അപ്പം ഞാൻ 2-3 ഡോക്ടേഴ്സിനെ കണ്ടു.
അവരെല്ലാവരും മരുന്ന് തന്നു, പക്ഷേ കഴിച്ചാലും എനിക്ക് വലിയ കുറവൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത പാടെ തൈലം തേച്ച പാടെ എൻ്റെ ആ തലവേദന മാറിക്കിട്ടി. ഇപ്പം 1 വർഷമായി. പിന്നെ എനിക്ക് ഒരിക്കലും ആ തലവേദന വന്നിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ജർമ്മൻ പഠിച്ചിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ എക്സാം എഴുതി നിൽക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ 3 മൊഡ്യൂൾ പാസ്സായി. ഒരു മൊഡ്യൂൾ എനിക്ക് നല്ല ടഫായ മൊഡ്യൂളായിരുന്നു. പഠിക്കുമ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്കതിന് അങ്ങനെ എനിക്ക് മാർക്ക് കിട്ടാറേ ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അന്നേരം ഞാനത് ഉടമ്പടി വെച്ചു. എക്സാമിന് പോകുമ്പോൾ ഞാൻ കാശ് രൂപം കൊണ്ടും ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് പരീക്ഷയ്ക്ക് കയറിയത്. ഞാൻ കാശ് രൂപം പിടിച്ച് പരീക്ഷ എഴുതി. എനിക്ക് റിസൾട്ട് വന്നപ്പം എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടായിരുന്ന 3 മൊഡ്യൂളിനെക്കാട്ടിലും മാർക്ക് എനിക്ക് ഏറ്റവും ടഫ് ഉണ്ടായിരുന്ന മൊഡ്യൂളിന് കിട്ടി. ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ വിസ പ്രോസസ്സിങ്, ഇൻ്റർവ്യൂ ഇതെല്ലാം പെട്ടെന്ന് നടക്കാൻ വേണ്ടി നിയോഗം വെച്ചായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. എനിക്കെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടി. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി. എനിക്ക് ഇൻ്റർവ്യൂവിന് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര എളുപ്പമായിരുന്നു. എനിക്കെല്ലാം അവർ ചോദിക്കുന്ന പോലെ പറയാൻ പറ്റി. ഞാൻ ആദ്യം തന്നെ എല്ലാ ഇൻ്റർവ്യൂവും പാസ്സാകാൻ തുടങ്ങി. വിസ പ്രോസസ്സിങ്ങും അതുപോലെ പേപ്പർ വർക്ക് എല്ലാം ഒരു തടസ്സവും ഇല്ലാതെ പെട്ടെന്ന് നടന്നു. ഞാൻ വിസ പ്രോസസ്സിങ്ങിന് പോകുമ്പോഴാണെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ കാശ് രൂപം പിടിച്ചുകൊണ്ടായിരുന്നു എല്ലാത്തിനും അറ്റൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ അതും പെട്ടെന്ന് നടന്നു. ഇത്രയ്ക്ക്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം മേടിച്ച് ഞാൻ എല്ലാ വീടുകളിൽ കൂടിയൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ ധ്യാനം കൂടുമായിരുന്നു, ഷെയർ ചെയ്യുമായിരുന്നു, ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മാനസികാരോഗ്യ കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെ അനാഥരായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ കൂടുതലായിട്ടും അങ്ങോട്ട് അവരെ കാണാൻ പോവുകയും അവരെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ, അവർക്ക് അവിടെ അത്ര പൈസയൊന്നും ഇല്ലാത്തപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പൈസയൊക്കെ ശേഖരിച്ച് പറ്റുന്ന പോലെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അവരെ ശുശ്രൂഷിക്കുമായിരുന്നു. അവർ കിടക്കുന്നിടമൊക്കെ അടിച്ചു വാരുകയും അവരുടെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയും അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും അതിൻ്റെയൊക്കെ ടൈം കൂടിയത് തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അങ്ങനെ ഇപ്പം എൻ്റെ ജർമ്മൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി നിൽക്കുകയാണ്. ഈ മാസം 26-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.